ഈയിടയ്ക്ക് ഞാനൊരു വീഡിയോ കണ്ടായിരുന്നു. നമ്മൾ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ഭരണാധികാരിയുള്ള കിം ജോൺ ഇൻ എന്ന് പറയുന്ന അദ്ദേഹം പാർലമെൻറ്റ് കൂടുകയാണ്. ആ പാർലമെൻറ്റിൽ അദ്ദേഹം എന്തോ ഒരു കാര്യം പറയുന്നുണ്ട്. അവരുടെ ഭാഷയിലാണ്. പറഞ്ഞതിന് ശേഷം അദ്ദേഹം ആരും കൈയടിക്കാതിരിക്കുമ്പോൾ തിരിഞ്ഞ് തൻ്റെ മന്ത്രിമാരെ നോക്കും, പാർലമെൻറ്റ് അംഗങ്ങളെയൊക്കെ നോക്കും. എല്ലാവരും ആദ്യം മന്ത്രിമാർ കൈയടിക്കും, പിന്നെ എല്ലാവരും കൈയടിക്കും. ഒരു ചർച്ചയില്ല, ഒരു ദോഷമില്ല. നല്ല എത്ര സുന്ദര മധുര മനോഹര സുന്ദരമായ ജനാധിപത്യം. ഇതിൻ്റെ വേറെ പേരാണ് ഫാസിസം. കേരളത്തിലും ഇങ്ങനെയാണ്. ഒരു മുഖ്യമന്ത്രിയും കുറേ അടിമകളുമാണ്, ബാക്കി അടിമകളാണെന്നും അതിൽ ഞങ്ങളുടെ 4 മന്ത്രിമാർ അടിമകളിൽ ഏറ്റവും കൂടിയ അടിമയാണെന്നും പറഞ്ഞത് ഞാനല്ല. CPIയുടെ കൊല്ലം ജില്ലാ സമ്മേളനം, ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ് ഇങ്ങനെ ഒരു പ്രസ്താവം വന്നത്. എന്തായാലും ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ മാസം 9, 8, 9, 10 തീയതികളിലും മറ്റോ തിരുവനന്തപുരത്ത് നടക്കുന്നുണ്ട്. ഇതിൻ്റെ സംസ്ഥാന സമ്മേളനം വരും, പിന്നെ അവരുടെ അഖിലേന്ത്യാ സമ്മേളനം വരും. ഈ സമ്മേളനങ്ങൾ നടക്കുകയാണ്. CPIയുടെ നഖശികാന്തമാണ് അവർ വിമർശിക്കുന്നത്. ചിഞ്ചിറാണി വിമർശിക്കും. കൊല്ലം നടന്ന സമ്മേളനത്തിൽ ചിഞ്ചിറാണി വിമർശിക്കുന്നു. അതുപോലെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രിയുടെ മന്ത്രിസഭയിൽ ഒരു ചർച്ചയുമില്ല. മുഖ്യമന്ത്രി എന്ത് പറയുന്നോ അത് ബാക്കിയുള്ളവർ ഏറാൻമൂളും. നമ്മുടെ രാജൻ സഖാവിനാണെങ്കിൽ റീൽസ് എടുക്കാനേ സമയമുള്ളൂ. പ്രസാദ് സഖാവ് എന്ന് പറഞ്ഞ ഒരാൾ ഉള്ളതായിട്ട് പോലും കേൾക്കാനില്ല. കാര്യം നാളികേരം കുഴഞ്ഞു കിടക്കുന്നു, നെൽകൃഷി കുഴഞ്ഞു കിടക്കുന്നു, ആകെ കൺഫ്യൂഷനാണ്. ഓണത്തിന് ഒരു മുറം പച്ചക്കറി എന്ന് പറഞ്ഞ് നമ്മുടെ മുല്ലക്ക രത്നാൻ ഇരുന്നപ്പോൾ തുടങ്ങിയ ഒരു പരിപാടിയുണ്ട്, അതുമായിട്ട് നടക്കുകയാണ്. പുതിയൊരു പരിപാടി പോലും ഇല്ല. ഒന്നുമില്ലെങ്കിലും പഴയ മന്ത്രി ആ മുല്ലക്കരയ്ക്കുള്ളത് മുല്ലക്കരയ്ക്ക് കൊടുത്തിട്ട് പ്രസാദ് സാറിൻ്റെ വകയായിട്ടൊരു പുതിയ പദ്ധതിയെങ്കിലും ലോഞ്ച് ചെയ്യണ്ടേ? ഒന്നുമില്ല, ഒരു സാധനവുമില്ല. പുതിയതെന്താണ്? ഒന്നുമില്ല. ഈ കഴിഞ്ഞ 9 വർഷത്തെ ഭരണത്തിനിടയിൽ 2 പ്രളയം, കുറേ ഉരുൾപൊട്ടൽ, കുറേ ഓഹി, കുറേ കാര്യങ്ങൾ നടന്നു. പിന്നെ കോവിഡ്, ഇതെല്ലാം കഴിഞ്ഞു എന്താണ് ഭരണ നേട്ടം? പ്രത്യേകിച്ച് ഈ മന്ത്രിസഭയിൽ. ആ മന്ത്രിസഭയിലാണെങ്കിൽ കുറേ വിവരമുള്ള മന്ത്രിമാരെങ്കിലും ഉണ്ടായിരുന്നു. തോമസ് ഐസക്കിനെ പോലെയുള്ള, ശൈലജ ടീച്ചറെ പോലെയുള്ള, ജി സുധാകരനെ പോലെയുള്ള വളരെ സീനിയർ ആയിട്ടുള്ള കുറേ ആളുകളെങ്കിലും ഉണ്ടായിരുന്നു CPM-ലും CPI-ലും ഒക്കെ. ഇതിപ്പോൾ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ 4 മന്ത്രിമാർ, ഞാൻ എൻ്റെ കുറ്റമല്ല കേട്ടോ, എനിക്കൊരു അഭിപ്രായമേ ഇല്ല, ഞാനൊരു വിലയിരുത്തൽ നടത്തിയിട്ടുമില്ല ഞങ്ങളുടെ ചാനൽ. പക്ഷേ കൊല്ലത്തെ CPI-യുടെ ജില്ലാ സമ്മേളനത്തിലാണ് പറഞ്ഞിരിക്കുന്നത് ഇവരെല്ലാം മരങ്ങളാണ്, പേട്ടുകളാണ്, യാതൊരു പ്രയോജനമില്ലാത്തവരാണ് ഈ 4 മന്ത്രിമാരുമെന്നും ഈ ഗവൺമെൻറ് തന്നെ ഫോഷ്ക്ക് തരമാണ് കാണിക്കുന്നതെന്നും ഇതൊരു പോഴത്തരം പിടിച്ച ഗവൺമെൻറ്റാണെന്നും പറയുന്നത് CPI-യുടെ ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധികളാണ്. പക്ഷേ ഒരു കാര്യത്തിൽ നമുക്ക് സന്തോഷിക്കാം, CPM-ൻ്റെ സമ്മേളനങ്ങളിൽ അത്ര പോലുമില്ല. അവിടെ തിരുവാതിരയും കാരണഭൂതനും ക്യാപ്റ്റനും പിന്നെ തമ്മിലടിയും കപ്പിത്താനും കപ്പലോട്ടവും അവിടെ വേറെയാണ്. എന്നാൽ CPI-യിൽ അത്യാവശ്യം അവരൊരു ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ അവർ ബിനോയ് വിശ്വത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നതാണ് വല്ല തമാശ. കാനം രാജേന്ദ്രനെ പോലെയുള്ള, വെളിയം ഭാർഗവനെ പോലെയുള്ള മഹാരഥന്മാരിരുന്ന സ്ഥലത്താണ് ബിനോയ് വിശ്വം ഇരിക്കുന്നത്. ബിനോയ് വിശ്വവും ഒരു ഏറാൻ മൂളിയാണ് എന്ത് പിണറായി പറയും. അത് മാത്രം കേട്ടുന്ന ഏറാൻ മൂളുന്ന ഒരാളാണ് ബിനോയ് വിശ്വമെന്നും കരക്കമ്പിയുണ്ട്. ഇവിടെയല്ല, കൊല്ലം ജില്ലാ സമ്മേളനത്തിലാണ്, എൻ്റെ അടുത്തല്ല. എനിക്കങ്ങനെ ഒരു പരാതിയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ആ നിലയിൽ വളരെ മോശമായ രീതിയിലാണ് ഈ മന്ത്രിമാരെ വിലയിരുത്തിയിരിക്കുന്നത്, ബിനോയ് വിശ്വത്തെ വിലയിരുത്തിയിരിക്കുന്നത്. എന്തായാലും ഒരു പോസിറ്റീവ് ക്രിറ്റിസിസമായിട്ട് എടുക്കാം. മന്ത്രിമാർ തിരുത്തുമായിരിക്കും. ഇനി തിരുത്താൻ സമയമില്ല. കാര്യം ഓണം കഴിഞ്ഞ് അടുത്ത പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായി, ഉടനെ അസംബ്ലി തെരഞ്ഞെടുപ്പായി. അപ്പോൾ പിന്നെ തിരുത്താനൊന്നും സമയമില്ല. എങ്കിലും ഉള്ള സമയത്തിന് ആളുകൾക്ക് നമുക്ക് ഓണത്തിനൊക്കെ നല്ല ഭക്ഷണവും കിറ്റുമൊക്കെ കൊടുത്ത്, ആളുകൾക്ക് പച്ചക്കറിയും വെളിച്ചെണ്ണയൊക്കെ കുറച്ചുകൂടി വില കുറച്ചൊക്കെ കൊടുത്ത് നമുക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ഈ ഗവൺമെൻറ്റിന് അങ്ങോട്ട് പോകാം. പിന്നെ ജനങ്ങൾ തീരുമാനിക്കും ആരെ തിരഞ്ഞെടുക്കണമെന്നൊക്കെ. എന്തായാലും CPI-യിലെ ആ സഹാക്കൾക്കൊരു ബിഗ് സല്യൂട്ട്. നിങ്ങൾ കാര്യങ്ങൾ പറയുന്നത് നല്ലതാണ്. എല്ലാ പാർട്ടികളിലും ഈ സ്വയം വിമർശനവും ആത്മപരിശോധനയും എല്ലാം ഇല്ലാതിരിക്കുമ്പോൾ നിങ്ങൾ ഇത്രയെങ്കിലും പറയുന്നുണ്ടല്ലോ, അത് പറഞ്ഞ് നന്നായി. തീർച്ചയായിട്ടും വരട്ടെ, പുതിയ കാഴ്ചപ്പാടുകൾ വരട്ടെ. നമ്മുടെ ഉത്തര കൊറിയയിലെ കിം ജോൺ യുന്നെ പോലെ ഉള്ള ഭരണാധികാരികളാണ് ഇവിടെ ഉള്ളതെന്നും തുറന്ന് പറഞ്ഞതിന് ഒരു ബിഗ് സല്യൂട്ട്.